ഉറ്റ സുഹൃത്തിൻ്റെ വിയോഗത്തിൻ്റെ വേദന പങ്കുവച്ച് ശോഭന. ചെറുപ്പം മുതലേ ഒന്നിച്ചു കളിച്ചു വളർന്ന അനിത മേനോൻ എന്ന സുഹൃത്തിൻ്റെ മരണം ശോഭനയെ ആകെ തളർത്തി എന്ന് പോസ്റ്റിൽ വ്യക്തം. അനിതയുടെ മരണവാർത്ത കേട്ടപ്പോൾ തനിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ശോഭന ചെറുപ്പം മുതലേ ഒന്നിച്ചുള്ള ചില ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട്. അനിതയുടെ കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിച്ചുകൊണ്ടാണ് ശോഭനയുടെ പോസ്റ്റ്. വിട കുഞ്ഞെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, സമാധാനത്തോടെ ഉറങ്ങൂ. കൂടുതലൊന്നും പറയാനില്ല. ബാബു അങ്കിളിൻ്റെയും സു ആൻറ്റിയുടെയും സതീഷ് മേനോൻ്റെയും അഭീഷയുടെയും അനിഷയുടെയും ദുഃഖത്തിനൊപ്പം ചേരുന്നു എന്നാണ് ശോഭന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. വളരെ വേദനയുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. 2025 ജൂൺ 3 പുലർച്ചെ 3:30 അനിത മേനോൻ നമ്മെ വിട്ടുപോയി. അകവും പുറവും അത്രയും സുന്ദരിയായ വ്യക്തി, തൻ്റെ വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം വലിയ പ്രചോദനമായ വ്യക്തി, ഒരുപാട് ഉച്ചത്തിലല്ലാതെ ശക്തമായി ശബ്ദമുയർത്തിയ വ്യക്തി എന്നാണ് ഒരു ഫോട്ടോയിൽ അനിത മേനോനെക്കുറിച്ച് പറയുന്നത്. ചെന്നൈയിലെ മൈലപ്പൂരിൽ താമസിക്കുന്ന കാലത്ത് ശോഭനയുടെയും കുടുംബത്തിൻ്റെയും അയൽക്കാരായിരുന്നു അനിതയുടെ കുടുംബം. അനിത തന്നെക്കാൾ 3 വയസ്സിന് ഇളയതാണെങ്കിലും ഞങ്ങൾ ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്ന് നേരത്തെ ഒരു കുറിപ്പിൽ ശോഭന പറഞ്ഞിട്ടുണ്ട്. ശോഭന ഒരു നടിയായതിനു ശേഷവും ആ സൗഹൃദം തുടർന്നു പോന്നു. ഒരുമിച്ച് കിട്ടുന്ന സമയം ഒന്നും ഇരുവരും പാഴാക്കാറുണ്ടായിരുന്നില്ലത്രേ. കരിയറിൽ ശോഭന ഏറ്റവും ശോഭിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെയൊരു മരണവാർത്ത. വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച തുടരും എന്ന ചിത്രം വൻ വിജയമായതിന് പിന്നാലെയാണ് ശോഭനയ്ക്ക് പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചത്. നൃത്തവേദികളിലും ശോഭന ഇപ്പോൾ തിരക്കിലാണ്.